ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നാളെ നേരം പുലരുമ്പോൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ മഹാ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. ആദിത്യൻ ചിങ്ങം കന്നി രാശികളിലൂടെ സഞ്ചരിക്കുന്നു. ഉത്രം ഞാറ്റുവേലയാണ്. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ രോഹിണി മുതൽ മകം വരെയുള്ള നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നു. ചൊവ്വ തുലാം രാശിയിൽ ചിത്തിര നക്ഷത്രത്തിലാണ്. ബുധൻ സെപ്റ്റംബർ 15 രാത്രി ഉച്ചരാശിയായ കന്നിയിൽ പ്രവേശിക്കും. എന്നാൽ ബുധമൗഢ്യം തുടരുകയാണ്. ഉത്രം നക്ഷത്രത്തിലാണ് ബുധൻ. ശുക്രൻ 14 ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു. മകം നക്ഷത്രത്തിലാണ് ശുക്ര സഞ്ചാരം. വ്യാഴം മിഥുനം രാശിയിൽ പുണർദത്തിലാണ്. ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ വക്രഗതിയിൽ തുടരുന്നു. രാഹുവും കേതുവും യഥാക്രമം കുംഭം ചിങ്ങം രാശികളിലുണ്ട്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ഈ വരുന്ന ആഴ്ചയിലെ വാരഫലം നോക്കാം. നിങ്ങളുടെ സ്വന്തം ശരി തെറ്റുകളെ കൃത്യതയോടെ വിലയിരുത്തുവാനുള്ള പരിഭാഗം നേടുവാൻ കഴിയും. പുത്തൻ പ്രവർത്തനോർജം കൈവരിക്കുവാൻ സാധിക്കുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്ന ശൈലി അഭികാമ്യമാണ്. കാര്യാലോചനകളിൽ ശോഭിക്കുവാൻ കഴിയും. സഹായ സ്ഥാനാധിപനായ ബുധൻ ഉച്ചത്തിൽ സഞ്ചരിക്കുകയാൽ ഉന്നതരുടെ സഹായ സഹകരണം കൈവരുന്നതാണ്. ഗവേഷകരായ ആളുകൾക്ക് നിങ്ങളുടെ ഗവേഷണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് ലാഭം വളരെയധികം വർദ്ധിക്കുന്ന വാരമാണ്. ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയം അതുമല്ലെങ്കിൽ ദാമ്പത്യം എന്നിവയിൽ വളരെയധികം സന്തോഷം സമ്മാനിക്കും. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. 6-ലെ ബുധാദിത്യ യോഗം അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും. അവസരോചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. ആശയവിനിമയം കൃത്യമായിരിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട് കാര്യസാധ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ വളരെയധികം ഏകാഗ്രതയുണ്ടാകും. കലാകാരന്മാർക്ക് അവസരങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അനൈക്യങ്ങൾ ഉയർത്തുവാൻ ഇടയുണ്ട്. വഴിയാത്രയിൽ ക്ലേശിക്കേണ്ടി വരുന്നതാണ്. പൊതുവെ നിങ്ങൾക്ക് വളരെയധികം ചെലവേറുന്ന കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. വാരാദ്യ ദിവസങ്ങളിൽ കൂടുതൽ മേന്മ പ്രതീക്ഷിക്കാം. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. അനുകൂല സാഹചര്യങ്ങൾ വളരെയധികമുണ്ട്. അവയെല്ലാം ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതിൽ മനസ്സിന് സന്നദ്ധത ഉണ്ടാകേണ്ടതാണ്. ഗൃഹ അന്തരീക്ഷം കുറച്ചൊക്കെ മെച്ചപ്പെടും. നിങ്ങളുടെ പുതിയ കാര്യങ്ങളിൽ അഭ്യുദയം ഉണ്ടായി തുടങ്ങുന്നതാണ്. സഹപ്രവർത്തകരുടെ നിർലോഭമായ പിന്തുണയും എല്ലാ രീതിയിലും കൈവരുന്ന കാലമാണ്. കരാർ ജോലികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജോലികളിൽ അധ്വാനം വർദ്ധിക്കുന്നതാണ്. രോഗികളായ ആളുകൾക്ക് വളരെയധികം ആശ്വാസം അനുഭവപ്പെടുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ നേരിയ ഉത്കണ്ഠ നിങ്ങൾക്കുണ്ടാകുവാൻ ഇടയുള്ള കാലം കൂടിയാണ്. ഇടവരാശിക്കാരായ ആളുകൾക്ക് ശത്രുവിജയം നേടുവാനും സാധിക്കും. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാം. അവസരോചിതമായ തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുവാൻ സാധിക്കും. നിങ്ങൾ ആരംഭിച്ച കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അധ്വാനം ഏറുന്നതാണ്. ഗൃഹം അതുമല്ലെങ്കിൽ വാഹനം മോടി പിടിപ്പിക്കുവാൻ കഴിയും. 6-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ എതിർപ്പുകളെയെല്ലാം അവഗണിക്കുവാൻ കഴിയുന്നതാണ്. സംഘടനാ രംഗത്ത് ശോഭിക്കുവാൻ കഴിയും. നിലപാടുകളെല്ലാം സഹപ്രവർത്തകരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ കഴിയുന്ന വാരമാണ്. നിങ്ങളുടെ കുടുംബത്തിനൊപ്പം പുറത്തു പോകുവാനുള്ള സമയം കിട്ടുന്നതാണ്. ലൗകിക സുഖം യാതൊരു രീതിയിലും കുറയുന്ന വാരമല്ല. ചൊവ്വ ബുധൻ ദിവസങ്ങൾ അത്ര ഗുണകരമാകുവാൻ ഇടയില്ലാത്ത കാലമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ദുർബലതകൾ സമം നിൽക്കുന്ന കാലമാണ്. മുൻപ് ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ അല്പമായ അധ്വാനത്താൽ വിജയിപ്പിക്കുവാൻ കഴിയും. ബന്ധു സന്ദർശനം, സുഹൃത്ത് സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം.
നൈപുണ്യ പ്രദർശനത്തിന് അവസരം കൈവരും. കൂട്ടുവ്യാപാരത്തിൽ അലോസരങ്ങൾ ഉയരുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ പാരമ്പര്യ തൊഴിലിനോടുള്ള വൈമുഖ്യം മാറിക്കിട്ടുന്നതാണ്. ഉപാസനാദികൾ തടസ്സപ്പെടുവാൻ ഇടയുള്ള വാരം കൂടിയാണ്. ഭൂമിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ആദായം ഉണ്ടാകുവാൻ ഇടയില്ല. ജീവിത പങ്കാളിയുടെ ഓൺലൈൻ വ്യാപാരത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മരാശിയുടെ അധിപനായ ബുധൻ ഉച്ചനായി 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. വാഹന യോഗമുണ്ട്. ഗൃഹത്തിൽ സൗഖ്യവും സമാധാനവും പുലരുന്നതാണ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തന മേഖലയിൽ വ്യാപരിക്കുവാൻ കഴിയും. കിട്ടേണ്ട ധനങ്ങളെല്ലാം പിരിഞ്ഞു കിട്ടുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ഉയർന്ന ആദായം പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരെ ഒരുമിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ബന്ധുകലഹത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ വിജയ കിരീടം ചൂടും. സാങ്കേതിക വിദ്യകൾ പഠിക്കുവാനുള്ള അവസരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. വാരാദ്യ ദിവസങ്ങളിൽ അല്പം അലച്ചിലുണ്ടാകുവാനും ഇടയുണ്ട്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. ഭാവി സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ച കൈക്കൊള്ളുവാൻ കഴിയും. പരാശ്രയത്വം കുറയുന്ന കാലമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം ഉയർച്ച കൈവരും. ഗൃഹനിർമ്മാണത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്നതാണ്. അയൽ തർക്കങ്ങളിൽ രമ്യമായ പരിഹാരമുണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും നല്ല സുഹൃത്തുക്കളെ കാണുവാനും ഉല്ലസിക്കുവാനുമുള്ള അവസരം ലഭിക്കുന്നതാണ്. ഇതുവരെ മുടങ്ങിക്കിടന്ന കോഴ്സിന് വീണ്ടും ചേരുവാൻ ഇടയുണ്ട്. മകൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠ തുടർന്നേക്കും. ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങൾക്ക് വളരെയധികം മേന്മ കുറയുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. ഉന്മേഷത്തോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ കഴിയും. നിങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ തന്നെ കാര്യങ്ങൾ ഭവിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി ഉണ്ടാകും. എഗ്രിമെൻറ്റുകളിൽ ഏർപ്പെടുമ്പോൾ വ്യവസ്ഥകളെല്ലാം കൃത്യമായി വായിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ആലോചിക്കുമ്പോൾ വളരെയധികം കൂടിയാലോചനകൾ നടത്തുന്നത് ഗുണകരമാകും. വിവാദങ്ങളിൽ മൗനം വിദ്വാനുഭൂഷണമെന്ന കാര്യം ഓർമ്മിക്കുക. മക്കളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ സമാധാനമുണ്ടാകും. പൂർവിക സ്വത്തിൽ നിന്നും ആദായം കൈവരുന്നതാണ്. കുടുംബത്തിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. ആവശ്യത്തിന് നിങ്ങൾക്ക് ഈ ആഴ്ച വിശ്രമം കിട്ടുവാൻ ഇടയുള്ള വാരമല്ല. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഒപ്പമുള്ള ആളുകൾ എല്ലാവിധ കാര്യങ്ങളിലും വൈമുഖ്യം പ്രകടിപ്പിക്കുവാൻ ഇടയുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അധ്വാനം വർദ്ധിക്കുന്നതാണ്. പ്രശ്നങ്ങൾക്ക് അപസുരചിതമായ ബുദ്ധി കൊണ്ട് പരിഹാരം നിർദ്ദേശിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച സാമ്പത്തിക സഹായം കിട്ടുകയാൽ ചില ബാധ്യതകൾ തീർക്കുവാൻ ഈ ആഴ്ച കഴിയും. ഗൃഹനവീകരണം പിന്നീടത്തേക്ക് മാറ്റിവെക്കേണ്ട സ്ഥിതിയുണ്ടാകും. നിങ്ങളുടെ നക്ഷത്രനാഥനായ ബുധൻ ഉച്ചസ്ഥിതി വരികയാൽ സമൂഹത്തിൽ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ നിങ്ങളുടെ സ്വീകാര്യത വളരെയധികം ഉയരുന്നതാണ്. ജോലി തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ശുഭസൂചനകൾ വന്നുചേരും. സാഹിത്യകാരന്മാരുടെ രചനകൾ കൂടുതൽ വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ക്രിയാശക്തി ഉണർന്നു പ്രവർത്തിക്കും. കാര്യതടസ്സങ്ങളെ വേഗം തന്നെ മറികടക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി നിങ്ങളുടെ നില വളരെയധികം മെച്ചപ്പെടും. ബാധ്യതകൾ പരിഹരിക്കുവാനുള്ള പോംവഴി തെളിഞ്ഞു കിട്ടുന്നതാണ്. അനിഷ്ടമായുള്ള ആളുകളുമായി സമ്പർക്കം കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. സിമ്പോസിയം, ചർച്ച ഇത്യാദികളിൽ പങ്കെടുക്കുവാൻ കഴിയും. സ്വകാര്യ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. പ്രണയിക്കുന്ന ആളുകൾക്ക് അത്ര നല്ല സമയമല്ല വന്നെത്തിയിരിക്കുന്നത്. തെറ്റിദ്ധാരണകൾ ബന്ധകാലുഷ്യം വരുത്താം. പുസ്തകം, സിനിമ, ഗാനം, ചിത്രം ഇവ നിങ്ങളെ പ്രചോദിപ്പിക്കുവാൻ ഇടയുണ്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങൾക്ക് അല്പം മേന്മ കുറയുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഉത്സാഹശക്തി വർദ്ധിക്കും. സർവ്വരംഗങ്ങളിലും ശ്രേയസ്സുണ്ടാകുന്നതാണ്. വളരെയധികം മനധൈര്യത്തോടെ ദുർഘട പ്രശ്നങ്ങളെ മറികടക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹകരണത്തെ അനുമോദിക്കുവാൻ കഴിയും. പുതിയ സാങ്കേതിക കാര്യങ്ങൾ
പഠിക്കുവാനുള്ള നേരം കണ്ടെത്തുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റുകൾക്ക് ഏറെ സമയം ചെലവഴിക്കേണ്ടി വരും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാൻ ഇടയുള്ള വാരമാണ്. പൂർവിക സ്വത്തിൽ നിന്നും ഒരു ഭാഗം വിൽക്കുവാനുള്ള തീരുമാനത്തിലെത്തും. ആഴ്ച മധ്യത്തിൽ അല്പം മനക്ലേശം ഭവിക്കാം. ചെലവിൽ വളരെയധികം നിയന്ത്രണമുണ്ടാകണം. ആത്മീയ ചര്യകൾക്ക് നേരം കുറയുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളുടെ ആനുകൂല്യം അധികമുണ്ടാകില്ല. ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഘട്ടങ്ങൾ ആവർത്തിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. എങ്കിലും അതിൻ്റെ ന്യായാധികൾ വിലയിരുത്തി വേണം പ്രവർത്തിക്കുവാൻ. സ്വയം സംരംഭത്തിൽ നിന്നും വരുമാനം ലഭിച്ചു തുടങ്ങുന്നതാണ്. കൂടുതൽ മെച്ചപ്പെടുത്തുവാനുള്ള വഴികൾ ആരായും. ഭൗതിക കാര്യങ്ങളിലുള്ള ശ്രദ്ധ ആത്മീയതയിലും പുലർത്തുവാൻ കഴിയുന്നതാണ്. ആദിത്യ ബുധന്മാർ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ആലസ്യവും അലച്ചിലും കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പണച്ചെലവിൽ ശ്രദ്ധയുണ്ടാകണം. പ്രണയിക്കുന്ന ആളുകൾ തമ്മിൽ പിണങ്ങുവാനുള്ള ഇടയുണ്ട്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ഞായർ മുതൽ വ്യാഴം വരെ ചന്ദ്രസഞ്ചാരം നിങ്ങളുടെ അനുകൂല രാശികളിലാകിയാൽ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്നതാണ്. മുൻപ് നിങ്ങൾ ശ്രമിച്ചിട്ടും നടപ്പിലാക്കാത്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ വളരെയധികം എളുപ്പത്തിൽ നടത്തിയെടുക്കുവാൻ കഴിയുന്നതാണ്. നേതാക്കളുടെയും ഉന്നതരുടെയും പിന്തുണ കിട്ടും. തൊഴിലിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയുന്ന വാരമാണ്. വിപണന തന്ത്രങ്ങളെല്ലാം ഫലം കാണും. കലാപ്രവർത്തനത്തിന് നല്ല സ്വീകാര്യത ലഭിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും. പ്രണയിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഭാവി തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. ഷോപ്പിംഗ്, ഹോട്ടൽ ഭക്ഷണം, വിനോദം ഇത്യാദികൾക്കുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. വെള്ളി, ശനി ദിവസങ്ങൾക്ക് അല്പം അലച്ചിലുണ്ടാകുവാൻ ഇടയുണ്ട്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മരാശിയിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാൽ പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. കൃത്യനിർവഹണം തടസ്സപ്പെടുമോ എന്ന ആശങ്കയുണ്ടാകും. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്. ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. വ്യാപാര ശൃംഖല വിപുലീകരിക്കുവാൻ തൽക്കാലം കാലം നിങ്ങൾക്ക് അനുകൂലമല്ല. സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കുവാൻ കൂടുതൽ പ്രയത്നങ്ങൾ ആവശ്യമായി വരുന്നതാണ്. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും കഴിവുകൾ പൂർണ്ണമായി നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞേക്കില്ല. ആരോഗ്യകാര്യത്തിൽ വളരെയധികം കരുതൽ വേണം. കുടുംബജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരുന്ന കാലമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. വാരാദ്യം അഷ്ടമരാശിക്കൂറാകിയാൽ ശുഭത്വം കുറയുന്നതാണ്. ആലസ്യം പിടിപെടും. ചിലപ്പോൾ അമിത ജോലിഭാരമുണ്ടാകും. നിങ്ങളുടെ മേലധികാരികൾ കോപിക്കുവാൻ ഇടയുണ്ട്. മറ്റു ദിവസങ്ങളിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വായ്പകൾ അടയ്ക്കുവാൻ സാധിക്കും. സംഘടനകളിൽ സക്രിയരായി പ്രവർത്തിക്കുവാൻ കഴിയും. വ്യാപാരത്തിൽ ലാഭം കുറഞ്ഞേക്കില്ല. ചർച്ചകളിൽ നല്ല തീരുമാനം രൂപപ്പെടുന്നതാണ്. ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുകയാൽ അനുരാഗികൾക്കിടയിൽ, അതുമല്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ തർക്കവും ഭിന്നതയും കടന്നു കൂടുവാൻ ഇടയുണ്ട്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. നവനവങ്ങളായ കാര്യങ്ങൾക്കായി ശബ്ദമുയർത്തും. വീട്ടിലുമതെ, കർമ്മരംഗത്തിലുമതെ. എന്നാൽ പഴമയോടും പൊരുത്തപ്പെടേണ്ട സാഹചര്യം ഉദയം ചെയ്യാം. ജന്മരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ വൈകാരികത്വമേറും. ക്ഷോഭവും തിടുക്കവും ചിലപ്പോൾ അനവസരത്തിലാകുവാൻ ഇടയുണ്ട്. ഭോഗസുഖം കുറയുന്നതാണ്. ദാമ്പത്യത്തിൽ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകും. ധനവരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ ഇടയുള്ള വാരമാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ മതിപ്പ് വർദ്ധിക്കുന്നതാണ്. കലാപ്രവർത്തകർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഞായർ, തിങ്കൾ ഒഴികെ മറ്റു ദിനങ്ങളിൽ പ്രായേണ ഗുണകരമാകും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ബഹുവിധ കർമ്മങ്ങളിൽ മുഴുകേണ്ടി വരുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ ചുമതലകൾ കൂടുകയാൽ ജോലി ഭാരം വർദ്ധിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാൻ ഇടയുണ്ട്. കഴിവുകളെല്ലാം നിങ്ങളുടെ ആദരിക്കപ്പെടുന്നതാണ്. പഠനകാര്യത്തിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തനത്തിൽ എതിർപ്പുണ്ടാകുവാൻ ഇടയുള്ള ആഴ്ചയാണ്.
12-ന് ചൊവ്വ ദൂരയാത്രകൾ അതുമല്ലെങ്കിൽ അലച്ചിൽ ഇവയ്ക്ക് കാരണമാകുന്നതാണ്. ദുർവ്യയം കടന്നുകൂടാം. സുഹൃത്ത് ബന്ധങ്ങളിൽ കാലുഷ്യം വന്നു ചേരുവാൻ ഇടയുണ്ട്. നവസംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നുമുള്ള അനുമതി ലഭിക്കുന്നതാണ്. കുടുംബ ബഡ്ജറ്റിൽ ആഡംബര കാര്യങ്ങളും ഉൾപ്പെട്ടു പോകും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ശുഭത്വം അല്പം കുറയുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധന് ഉച്ചവും ലാഭഭാവ സ്ഥിതിയും വരികയാൽ പ്രതീക്ഷിച്ച നേട്ടങ്ങളെല്ലാം കരഗതമാകുന്ന കാലമാണ്. ഉദ്യോഗസിദ്ധി അതുമല്ലെങ്കിൽ തൊഴിലിൽ ഉയർച്ച ഇവ പ്രതീക്ഷിക്കാം. മനസ്സിനെ ബാധിച്ച ജഡത്വം നീങ്ങിക്കിട്ടും. നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ നിർലോഭമായ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും. സ്വത്തു തർക്കങ്ങളിൽ ന്യായം ലഭിക്കുന്നതാണ്. കടബാധ്യതകൾക്ക് തെല്ല് സ്വസ്ഥതയുണ്ടാകും. യാത്രാ ക്ലേശം ഭവിക്കാം. ഭവന നിർമ്മാണത്തിൽ വീണ്ടും താൽപ്പര്യം ഉദയം ചെയ്യുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ വളരെയധികം കരുതൽ വേണ്ട വാരമാണ്. വാരാദ്യ ദിവസങ്ങളിൽ ജാഗ്രത യാതൊരു രീതിയിലും കൈവിടരുത്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ബുധാദിത്യന്മാർ 10-ലേക്കും കുജൻ 9-ലേക്കും പകരുന്നത് അനുകൂലമായ കാലമാണ്. അലോസരം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയും. കാര്യനിർവഹണത്തിൽ ചടുലത വന്നെത്തുന്നതാണ്. എന്നാൽ തിടുക്കം കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാകും. തൊഴിലിടത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉണർവുണ്ടാകും. ഭൂമി വ്യാപാരം തടസ്സപ്പെടുകയില്ല. അതിനുള്ള ശ്രമങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിലെ വയോജനങ്ങളെ സന്ദർശിക്കുകയും ആരോഗ്യകരമായ വിഷയത്തിൽ മുൻകരുതൽ എടുക്കുകയും ചെയ്യുവാൻ കഴിയുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് സ്വന്തം തീരുമാനങ്ങൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കുവാനുള്ള ധൈര്യം വന്നു ചേരും. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ തൊഴിൽ രംഗം അല്പാൽപമായി പുഷ്ടിപ്പെടുന്നതാണ്. വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ കഴിയും. ബുദ്ധിപരമായ നീക്കങ്ങൾ ശത്രുക്കളെ അടിയറവ് പറയിപ്പിക്കുന്നതാണ്. സംഘടനകളിൽ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ എല്ലാം സ്വീകരിക്കപ്പെടും. സഹോദര ഗുണമുണ്ടാകും. വസ്തുവിൻ്റെ ആധാരത്തിലെ തെറ്റുകൾ തിരുത്തുവാൻ കഴിയുന്നതാണ്. സാമ്പത്തിക ക്ലേശങ്ങൾ കുറഞ്ഞു കിട്ടും. ബന്ധുജന സന്ദർശനം മനസ്സിന് സന്തോഷം സമ്മാനിക്കും. യാഥാർത്ഥ്യ ബോധത്തോടെ പെരുമാറുവാൻ കഴിയുന്നതാണ്. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ഉചിതമായിരിക്കില്ല. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഉദ്ദേശിച്ച വിധം കരുനീക്കങ്ങൾ നടത്തുവാനും കാര്യനിർവഹണം നടത്തുവാനും കഴിയും. ഗവേഷകർക്ക് ലഭിച്ച അറിവുകൾ ക്രോഡീകരിക്കുവാൻ സാധിക്കുന്നതാണ്. സ്വാർജിത ശക്തിയിൽ വിശ്വാസം വർദ്ധിക്കും. വിദ്യാഭ്യാസ വായ്പയ്ക്കുള്ള അപേക്ഷ പരിഗണിക്കപ്പെടുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് പകരം ജോലി ചെയ്യേണ്ടി വരുന്നതാണ്. വ്യാപാരത്തിൽ കടം വാങ്ങി വിപുലീകരണത്തിന് തൽക്കാലം മുതിരുന്നത് ഗുണകരമാകില്ല. സുഹൃത്തുക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ കഴിയും. പ്രണയ അനുഭവങ്ങൾ മനസ്സിൽ ഉണർവ് സമ്മാനിക്കും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ദിശാബോധത്തോടെയുള്ള പ്രയത്നങ്ങൾ എല്ലാ രീതിയിലും സഫലമാകും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വളരെയധികം ആശ്വാസം ഭവിക്കുന്നതാണ്. ബിസിനസ് ചർച്ചകൾ വിജയിക്കും. ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷം പ്രതീക്ഷിക്കാം. ധനവരവിൽ മെച്ചമുണ്ടാകും. പുതിയ ജോലിക്കുള്ള ശ്രമം തുടരുന്നത് ഫലവത്താകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ മകന് നവീനമായ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ കഴിയും. ഏജൻസി രംഗം പുഷ്ടിപ്പെടും. പ്രണയബന്ധത്തിനുള്ള സാധ്യതയുള്ള വാരമാണ്. തീർത്ഥാടനത്തിന് ആസൂത്രണം നടത്തുവാൻ കഴിയും. അഷ്ടമരാശിയാകിയാൽ വെള്ളി ശനി ദിവസങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. മനോവാ കർമ്മങ്ങളെ ഏകീകരിപ്പിക്കുന്നതിൽ വിജയിക്കും. തൻ്റെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരെ അറിയിക്കുവാൻ മടിക്കില്ല. അനാദരിക്കുന്ന ആളുകളോട് വിദ്വേഷമുണ്ടാകും. കടം കൊടുത്ത തുക തിരികെ കിട്ടുവാനുള്ള സമ്മർദ്ദം ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. കള്ളം പറയേണ്ട സാഹചര്യം രൂപപ്പെട്ടാൽ
അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. സാങ്കേതിക വിദ്യകൾ പഠിച്ചറിയുവാൻ നേരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ബന്ധുസമാഗമത്തിൽ നിന്നും മാനസിക ഊർജം നേടുവാൻ കഴിയും. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അധ്വാനം വർദ്ധിക്കുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുകയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉയരുവാനും ഇടയുണ്ട്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. സിവിൽ വ്യവഹാരത്തിൽ ആശങ്കകൾ ഉയരുന്ന കാലമാണ്. നിയമത്തിൻ്റെ നൂലാമാലകൾ വിഷമിപ്പിച്ചേക്കും. ധാർമ്മിക പ്രവൃത്തികൾക്ക് സമയം കണ്ടെത്തുന്നതാണ്. ആദിത്യൻ ഈ ആഴ്ച അഷ്ടമഭാവത്തിലേക്ക് മാറുകയാൽ അധികാരികൾ വിരോധിക്കും. അർഹതയ്ക്ക് സ്വീകാര്യത കിട്ടണമെന്നില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ സാമാന്യമായ ലാഭം മാത്രം ഈ ആഴ്ച പ്രതീക്ഷിച്ചാൽ മതി. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും. ചെറുപ്പക്കാരായ ആളുകൾക്ക് സഹജമായ കഴിവുകൾ വികസിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായേക്കില്ല. പൊതുവെ സമ്മിശ്രമായ അനുഭവങ്ങളാകും ഈ ആഴ്ച നിങ്ങൾക്ക് വന്നു ചേരുക. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. സ്വാശ്രയ ചിന്ത മുട്ടി നിൽക്കുമെങ്കിലും പരാശ്രയത്വം തീർത്തും ഒഴിവാക്കുവാൻ ഇടയില്ല. വിദ്യാർത്ഥികളെ ആലസ്യം പിടികൂടുന്നതാണ്. കഠിന വിഷയങ്ങൾക്ക് ട്യൂഷൻ ഏർപ്പെടുത്തേണ്ടി വരും. വാഗ്ദാന ലംഘനങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കുവാൻ ഇടയുള്ള വാരമാണ്. കച്ചവടത്തിൽ കാലോചിത മാറ്റങ്ങൾ ഉണ്ടെങ്കിലേ ഉപഭോക്താക്കളെ ആകർഷിക്കൂ എന്ന കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടി വരും. വായ്പാ തിരിച്ചടവ് യാതൊരു രീതിയിലും മുടങ്ങിയേക്കില്ല. പിതൃസ്വത്തിൽ നിന്നും ഒരു ഭാഗം വിൽക്കുവാൻ തീരുമാനമെടുക്കേണ്ടി വരും. പ്രണയിക്കുന്ന ആളുകളുടെ കാര്യത്തെ ചൊല്ലി കുടുംബത്തിൽ ഉത്കണ്ഠകൾ ഉയരുവാൻ ഇടയുള്ള കാലമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ജന്മശനി കാലമാണ്. ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്ന വിധം എന്തെങ്കിലും ക്ലേശങ്ങൾ വന്നു ചേരും. വിവാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് ഉത്തമം. പണച്ചെലവിലെ ധാരാളിത്തത്തിനും നിയന്ത്രണം വേണ്ടതുണ്ട്. ശനിയുടെ വക്രഗതിയാൽ ഒരിക്കലെടുത്ത തീരുമാനം മാറ്റേണ്ടി വരും. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത ആവശ്യമാണ്. ചെറു സംരംഭങ്ങൾ മൂലം നേട്ടങ്ങൾ കരഗതമാകും. കരാർ പണികളിൽ തുടരുവാനുള്ള അവസരം സംജാതമാകുന്നതാണ്. ഭൂമി വ്യാപാരം വളരെയധികം കരുതലോടെ നിർവഹിക്കേണ്ടി വരും. സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. നക്ഷത്രനാഥനായ ബുധൻ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നത് ആത്മശക്തി വർദ്ധിപ്പിക്കും. കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരുവിധം പരിഹാരങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബ അന്തരീക്ഷത്തിൽ ഒട്ടാകെ സമാധാനമുണ്ടാകും. ചൊവ്വയുടെ അഷ്ടമസ്ഥിതി ദേഹക്ലേശത്തിന് ഇടവരുത്തുന്നതാണ്. പുതിയ കാര്യങ്ങൾ പ്രത്യേകിച്ചും വിശേഷിച്ച് വലിയ മുതൽ മുടക്കിയുള്ള സംരംഭങ്ങൾ തുടങ്ങുവാൻ ഇപ്പോൾ ഗൃഹാനുകൂല്യമില്ലെന്ന കാര്യം ഓർമ്മിക്കേണ്ടതാണ്. സഞ്ചാരം കൊണ്ട് നേട്ടമുണ്ടാകും. ഉപാസനാദികൾ മുടങ്ങില്ല. കൂട്ടു ബിസിനസ് വളരെയധികം ലാഭകരമാകുന്നതാണ്. ബന്ധുകലഹങ്ങൾ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുവാനും ഈ ആഴ്ച കഴിയുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.